الحمد لله الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على محمد وعلى آله صلاة بلا عدد باقية إلى الأبد. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. وقال موسى يا قوم إن كنتم آمنتم بالله فعليه توكلوا إن كنتم مسلمين. فقالوا على الله توكلنا ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. وأوحينا إلى موسى وأخيه أن تبوأ لقومكما ببصر بيوتا واجعلوا بيوتكم قبلة وأقيموا الصلاة وبشر المؤمنين. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു വിശ്വാസി ചെയ്യുന്ന ഏറ്റവും വിശുദ്ധമായ കർമ്മമാണ് നമസ്കാരം. ഏറ്റവും കൂടുതൽ ഏകാഗ്രത ആവശ്യമായിട്ടുള്ള ഇബാദത്ത്. എല്ലാ അഖ്വാലുകളും അഫ്ആലുകളും മനസ്സും മസ്തിഷ്കവും ശരീരവും അല്ലാഹുവിലേക്ക് മാത്രം തിരിച്ചു വെച്ചുകൊണ്ടുള്ള ഇബാദത്ത്. ഈ ഇബാദത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു മുഹൂർത്തം അല്ലാഹുവിലേക്ക് വിശ്വാസി ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭമാണ് സുജൂദ്. അഷ്ടംഗങ്ങളും 8 അവയവങ്ങളും ഭൂമിയിൽ പതിപ്പിച്ചുകൊണ്ട്
അല്ലാഹുവിലേക്കുള്ള മിഅ്റാജ്, അല്ലാഹുവിലേക്കുള്ള ആകാശാരോഹണം, അതിൻ്റെ പാരമ്യത്തിലെത്തുന്ന സന്ദർഭമാണ് സുജൂദ്. ആ സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് പള്ളികൾക്ക് മസ്ജിദ് എന്ന പേര് വന്നിട്ടുള്ളത്. സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്ന അർത്ഥത്തിലുള്ള മസ്ജിദ് ഈ ഭൂലോകത്തുള്ള മറ്റു സ്ഥലങ്ങളെക്കാൾ മെച്ചപ്പെട്ട സ്ഥലമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പള്ളിയിൽ ഇബാദത്തുകളിലും പ്രാർത്ഥനകളിലും മുഴുകിക്കൊണ്ടും ജീവിക്കുന്ന യുവാക്കൾക്ക് അല്ലാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ തണലല്ലാതെ ഒരു തണലും ലഭിക്കാത്ത ആ ദിനത്തിൽ മഹ്ശറിൽ അല്ലാഹു തണൽ നൽകും എന്ന് അല്ലാഹു വാക്ക് നൽകിയിട്ടുണ്ട്. സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് മസ്ജിദ് എന്ന വാക്ക് ഉപയോഗിക്കുന്നതെങ്കിലും മസ്ജിദിൽ വെച്ച് നമസ്കാരമാണ് നിർവഹിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമെങ്കിലും മസ്ജിദിനെ സംബന്ധിച്ച് അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മസ്ജിദിനെ കുറിച്ച് അല്ലാഹു ഖിയാമൻ എന്ന പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഖിയാമൻ എന്ന പദം ആ അർത്ഥത്തിൽ പിന്നീട് ധനത്തെക്കുറിച്ചാണ് ഉപയോഗിച്ചത്. ധനം മനുഷ്യന്റെ ഭൗതികമായ നിലനിൽപ്പിന്റെ ആധാരമാണെങ്കിൽ പള്ളി മനുഷ്യന്റെ ആത്മീയമായ നിലനിൽപ്പിന്റെ ആധാരമാണ്. ഏതൊരു വ്യക്തിയും നിലനിൽക്കണമെങ്കിൽ അവന് ധനം ആവശ്യമാണ്. പക്ഷേ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ആ സമൂഹത്തിലുള്ള അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന മസ്ജിദുകൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഖിയാമൻ എന്ന പദം ധനത്തെക്കുറിച്ചും മസ്ജിദിനെക്കുറിച്ചും ഒരുപോലെ പ്രയോഗിച്ചിട്ടുള്ളത്. ചിതറിക്കിടക്കുന്ന ഒരു സമൂഹം, യസ്രിബിലെ സമൂഹം, അവരുടെ കൂട്ടത്തിൽ ഔസ് ഗോത്രക്കാരുണ്ട്, ഹസ്രജ് ഗോത്രക്കാരുണ്ട്. അവരുടെ കൂട്ടത്തിൽ ബഹുദൈവ വിശ്വാസികളുണ്ട്, അഗ്നിയാരാധകരുണ്ട്. ജൂത സമൂഹത്തിൽപ്പെട്ടവരുണ്ട്, ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവരുണ്ട്. യസ്രിബിലെ തദ്ദേശവാസികളായ ആളുകളുണ്ട്, മക്കയിൽ നിന്ന് ഹിജറ ചെയ്തു വന്നിട്ടുള്ള മുഹാജിറുകളുണ്ട്. ആ നിലക്ക് ചിതറിക്കിടക്കുന്ന ഒരു സമൂഹമായിരുന്നു യസ്രിബിലെ സമൂഹം. ഈ യസ്രിബിലെ സമൂഹത്തെ ഒരു ഏക സമൂഹമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തു. അങ്ങനെ വളർത്തിയെടുക്കുന്നതിന്റെ ആധാരമായി വർത്തിച്ചത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ഉടൻ അവിടെ സ്ഥാപിക്കപ്പെട്ട പള്ളിയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഏതൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ ശൈഥില്യത്തിൽ നിന്ന് രക്ഷിക്കുകയും ഏകാത്മകമായ ഒരു സ്വഭാവം സമൂഹത്തിനുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പള്ളി എന്ന് പറയുന്നത്. ഞാൻ ഓതിവെച്ച ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നത് ഇസ്രായേൽ സമൂഹത്തിന്റെ സങ്കീർണമായ ഒരു അവസ്ഥാവിശേഷത്തെയാണ്.
ശിഥിലമായി കഴിഞ്ഞ ഇസ്രായേൽ സമൂഹം, അവരിലെ ആൺകുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു, അവരിലെ സ്ത്രീകൾ മാനഭംഗത്തിനിരയാക്കപ്പെടുകയും നിന്ദ്യരായി ജീവിക്കാൻ അനുവദിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫറോവയുടെയും കൂട്ടരുടെയും കോപ്റ്റിക് വംശജരുടെയും അതീശാധിപത്യത്തിന് കീഴിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ സമൂഹം. ഈ സമയത്ത് എന്തെങ്കിലും ഒരാശ്വാസ വാക്ക് നൽകാൻ, ആശ്വാസത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷകൾ നൽകുവാൻ മൂസ അലൈഹിസ്സലാമിന് കഴിയുമായിരുന്നില്ല. കാരണം മൂസ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വെളിപ്പെട്ട യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് മൂസ അലൈഹിസ്സലാം അവരോട് പറയുന്നത് എന്താണ്? വഖാല മൂസ യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹി ഫഅലൈഹി തവക്കലു. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എങ്കിൽ നിങ്ങൾക്കൊന്നേ ചെയ്യാനുള്ളൂ, അവനിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണത്. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ അല്ലാഹുവിന് കീഴ്പ്പെടുന്നവരാണെങ്കിൽ. ഫഖാലു അലല്ലാഹി തവക്കൽന. ആ സമയത്ത് വിശ്വാസികളായ ആളുകളുടെ മറുപടി അലല്ലാഹി തവക്കൽന, ഞങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഭൗതികമായ ഏതൊരു കണക്കുകൂട്ടലിലും പ്രതീക്ഷയുടെ ഒരു കിരണവും നമ്മുടെ മുമ്പിലില്ല, പ്രതീക്ഷയുടെ ഒരു പ്രകാശവും മുന്നിൽ കാണുന്നില്ല. എങ്കിലും ഞങ്ങൾ അല്ലാഹുവിൽ പൂർണ്ണമായും ഭരമേൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ടാണ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ലാ തജഅൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, അക്രമികളായ സമൂഹങ്ങളുടെ പരീക്ഷണത്തിന്റെ നാട്ടക്കുറിയാക്കരുത് ഞങ്ങളെ. ഫറോവയുടെയും കുടുംബത്തിന്റെയും മുഴുവൻ കോപ്റ്റിക് വംശജരുടെയും സകലമായ തമ്മാടിത്തങ്ങൾക്കും അവരുടെ സാഡിസങ്ങൾക്കും വിധേയരായി പാത്രമായി കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ ഞങ്ങൾക്കുണ്ട്. ഈ സകല പരീക്ഷണങ്ങളുടെയും നാട്ടക്കുറിയായി ഞങ്ങളെ മാറ്റരുതേ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവിനോട്. മാത്രമല്ല വനജ്ജിനി ബിറഹ്മതിക് മിനൽ ഖൗമിൽ കാഫിരീൻ. നിഷേധികളായ ആളുകളിൽ നിന്ന് നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങളെ രക്ഷിക്കണമേ. ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഞങ്ങൾക്ക് യാതൊരു വഴിയും കാണുന്നില്ല. ഫറോവയുടെ സൈന്യം ഒരു ഭാഗത്ത് സകല സന്നാഹങ്ങളോടും കൂടെ മറുഭാഗത്തേക്ക് കടന്നു പോകാമെന്ന് വിചാരിച്ചാൽ അവിടെ ചെങ്കടൽ. ഈ സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ, ഈ അക്രമികളുടെ കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പടച്ചവനെ ഞങ്ങൾക്കൊരു മാർഗവുമില്ല. നിന്റെ കാരുണ്യത്തിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പടച്ചവനെ, ഞങ്ങളെ നീ നിന്റെ കാരുണ്യം കൊണ്ട് അക്രമികളായ സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ. ആ സമയത്ത് അല്ലാഹു അവർക്ക് ഒരു സാന്ത്വനം നൽകുന്നുണ്ട്. ആ സാന്ത്വനം എന്താണെന്നോ, വഅൗഹൈനാ ഇലാ മൂസാ വഅഖീഹി അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്ര ബുയൂതൻ. മൂസാ അലൈഹിസ്സലാമിനോടും സഹോദരനോടും പറയുകയാണ്, ഈജിപ്തിൽ നിന്റെ സമൂഹത്തിന് വേണ്ടി നീ വീടുകൾ ഉണ്ടാക്കുക. വജഅലൂ ബുയൂതകും ഖിബ്ല. ആ വീടുകളെ പള്ളികളാക്കി പരിവർത്തിപ്പിക്കുക. വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളും വിശദീകരണങ്ങളും ഈ ആയത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ പ്രബലരായ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള ആശയം ഇതാണ്: നിങ്ങൾ വീടുകൾ ഉണ്ടാക്കുമ്പോൾ പള്ളികൾ ഉണ്ടാക്കുന്നത് പോലെ ഖിബിലക്കഭിമുഖമായി ഉണ്ടാക്കുക. ഖിബലൽ ഖിബില, ഖിബിലയുടെ നേരെ നിങ്ങൾ വീടുകൾ ഉണ്ടാക്കുക.
നിയമം അനുവദിക്കുന്നില്ല, സമൂഹം അനുവദിക്കുന്നില്ല എങ്കിൽ ആ വീടുകളെ നിങ്ങൾ പള്ളികളായി പരിവർത്തിപ്പിക്കുക. വഅഖീമുസ്സലാഹ്, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. വബശ്ശിരിൽ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. ഇത്രയും വലിയ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ശിഥിലീകരണത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു സമൂഹത്തോട്, ഹതാശയരായിട്ടുള്ള ഒരു സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പള്ളികൾ ഉണ്ടാക്കുവാൻ നിയമവും സാഹചര്യവും അനുവദിക്കുന്നില്ലെങ്കിൽ വീടുകളെ പള്ളികളായി ഉപയോഗപ്പെടുത്തണമെന്നും ആ പള്ളികളിൽ വെച്ച് നിങ്ങൾ നമസ്കാരം നിലനിർത്തണമെന്നുമാണ്. നമസ്കാരത്തിന്റെയും പള്ളിയുടെയും ദൗത്യം എന്താണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ നമുക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇസ്ലാമിക സമൂഹത്തിന്റെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏകാത്മതയുടെയും അതിന്റെ ഭൗതികമായ സന്നാഹങ്ങളുടെയും അടിത്തറയാണ് നമസ്കാരത്തിനുള്ള കേന്ദ്രം എന്നതോടൊപ്പം പള്ളി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പള്ളിയെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ രണ്ട് ഉജ്ജ്വലമായ ആശയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിപ്പിടിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ നാഥന് അവർ ഇബാദത്ത് ചെയ്യട്ടെ. അല്ലദീ അത്അമഹും മിൻ ജൂഅ്, അത്അമഹും മിൻ ജൂഅ്, വിശപ്പിൽ നിന്നുള്ള രക്ഷ, ഭക്ഷണം, സുഭിക്ഷത. സുഭിക്ഷത എന്നത്, വിശപ്പിൽ നിന്നുള്ള മോചനമെന്നത് പള്ളിയുമായി ചേർത്ത് പറയുന്ന ഏറ്റവും വലിയ ഒരാശയമാണ്. ആ ആശയത്തിന്റെ വിശദീകരണം എന്താണ്? പള്ളി അതിന്റെ അനുയായികൾക്കും അതിനെ ചുറ്റിപ്പറ്റി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും സുഭിക്ഷതയുടെ ഒരു മാർഗമായി തീരണം എന്നതാണ്. യഥാർത്ഥത്തിൽ അന്നു മുതൽ ഇന്നോളം മസ്ജിദുൽ ഹറാം മക്കയിലും പരിസര പ്രദേശങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായി നിലനിൽക്കുകയാണ്. ജലശൂന്യമായ, മരശൂന്യമായ, ഫലശൂന്യമായ ആ ഭൂമിയിലേക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും പഴവർഗ്ഗങ്ങളും ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. മസ്ജിദുൽ ഹറാമിന് ചുറ്റുമുള്ള കടകളിലും ഷോപ്പുകളിലും കിട്ടാത്ത ഏതു പഴവർഗ്ഗമാണ് ലോകത്തുള്ളത്, ഏത് ഭക്ഷണവർഗ്ഗമാണ് ലോകത്തുള്ളത് എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ്. ലോകത്തിലെ എല്ലാ പള്ളികളുടെയും ഖിബ്ലയായി നിൽക്കുന്ന പള്ളിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ആ അവസ്ഥ തന്നെയാണ് എല്ലാ പള്ളികൾക്കും വേണ്ടത് എന്നുള്ള സിദ്ധാന്തം ഇസ്ലാം അവതരിപ്പിക്കുകയാണ്. പള്ളി സുഭിക്ഷതയുടെ പ്രതീകമാണ്. പള്ളി ദാരിദ്ര്യത്തിന്റെ പ്രതീകമല്ല, പള്ളി പട്ടിണിയുടെ പ്രതീകമല്ല, പള്ളി സുഭിക്ഷതയുടെ പ്രതീകമാണ്. അതുപോലെ തന്നെ വആമനഹും മിൻ ഖൗഫ്, വആമനഹും മിൻ ഖൗഫ്, പള്ളി ഭയത്തിന്റെ പ്രതീകമല്ല, പള്ളി ഭീകരതയുടെ കൊടിയടയാളമല്ല, പള്ളി നിർഭയത്വത്തിന്റെ, സമാധാനത്തിന്റെ, ആശ്വാസത്തിന്റെ, അഭയത്തിന്റെ കേന്ദ്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നത് മാത്രമല്ല പള്ളിയുടെ പ്രത്യേകത, ആരാധനകളുടെ ഒരു കേന്ദ്രം എന്നത് മാത്രമല്ല പള്ളിയുടെ പ്രത്യേകത. ഇസ്ലാമിക സമൂഹത്തെ അത് ഏകീകരിപ്പിച്ചു നിർത്തുന്നു എന്ന് മാത്രവുമല്ല, മറിച്ച് സുഭിക്ഷതയുടെയും നിർഭയത്വത്തിന്റെയും പ്രതീകമായി
അതുയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. സുഭിക്ഷതയുടെ മറുവശം വിശപ്പാണ്. നിർഭയത്വത്തിന്റെ മറുവശം ഭയമാണ്. ഇന്ന് ലോകത്ത് മനുഷ്യ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മൗലികമായ രണ്ട് പ്രശ്നങ്ങളാണ് ഭയവും പട്ടിണിയും. നിങ്ങൾ ലോകത്തൂടെ സഞ്ചരിച്ചു നോക്കൂ. അമേരിക്ക മുതൽ ആഫ്രിക്ക വരെ ഏറ്റവും വിശിഷ്ടരെന്ന് കരുതപ്പെട്ടു പോരുന്ന ആര്യ സമൂഹം മുതൽ യൂറോപ്യൻ സമൂഹം മുതൽ ആഫ്രിക്കയിൽ വരാന്തരങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അപരിഷ്കൃതരായ ആദിവാസികൾ വരെയുള്ള സമൂഹങ്ങളെ നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കൂ. ആ സമൂഹങ്ങൾ ഒന്നുകിൽ വിശപ്പിനെ അഭിമുഖീകരിക്കുന്നു, അല്ലെങ്കിൽ ഭയത്തെ അഭിമുഖീകരിക്കുന്നു. ഈ വിശപ്പിൽ നിന്നും ഭയത്തിൽ നിന്നുമുള്ള മോചനത്തിന്റെ പ്രതീകമായി അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ് എന്ന ആശയത്തിന്റെ പ്രതീകമായി ലോകത്തിന്റെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പള്ളികൾ ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ സകലമായ അർത്ഥത്തിലും എവിടെയൊക്കെ പള്ളികളുണ്ടോ ആ പള്ളികൾ വിശ്വാസികൾക്ക് മാത്രമല്ല, വിശ്വാസികളല്ലാത്ത ആളുകൾക്കും ആശ്വാസമായി തീരേണ്ടതാണ്, സുഭിക്ഷതക്കും നിർഭയത്വത്തിനും കാരണമായി തീരേണ്ടതാണ് എന്നുള്ളതാണ് പള്ളികളെ സംബന്ധിച്ച് അല്ലാഹുവും റസൂലും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് സ്വയം ഉൾക്കൊള്ളുവാനും ഈ കാഴ്ചപ്പാടിനെ ഉയർത്തിപ്പിടിക്കുവാനും ഈ കാഴ്ചപ്പാട് സൈദ്ധാന്തികമായും പ്രായോഗികമായും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുമുള്ള ബാധ്യത ലോകത്ത് ഇസ്ലാമിക സമൂഹങ്ങൾക്കുണ്ട്. ആ ബാധ്യത നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് ഒന്നുകൂടി എന്നോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. ഏതാണ്ട് 6 പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് വിധി തീർപ്പുകൾ ഉണ്ടായിരിക്കുകയാണ്. ഒരേ കോടതിയിൽ നിന്ന്, ആ കോടതിയിലെ ഒരേ ബെഞ്ചിൽ നിന്ന് ഒരേ ദിവസം ഒരേ വിഷയത്തിൽ 3 വിധികളാണ് പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിലെ ജുഡീഷ്യറി സംവിധാനം മറ്റ് ഏത് നീതി നിർവഹണ സംവിധാനങ്ങളെക്കാളും ഭദ്രവും ശക്തവുമാണ് എന്ന് നേരത്തെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇന്ത്യയിൽ നീതി നിർവഹണ സംവിധാനം വളരെ സ്വതന്ത്രമായ ഒരു സംവിധാനമായിട്ടാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഏറെക്കുറെ ഇന്നും അത് അതുപോലെ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജുഡീഷ്യറി സംവിധാനത്തിൻ്റെ വിശ്വാസ്യത ജനാധിപത്യ സമ്പ്രദായത്തിലോ
നിർവഹണ സംവിധാനത്തിലോ ഉള്ള വിശ്വാസ്യത തകർന്നതുപോലെ തകർന്നുപോയിട്ടില്ല എന്നുള്ളതും വളരെ വലിയ ആശ്വാസം നമുക്ക് നൽകുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ജുഡീഷ്യറി സമ്പ്രദായത്തിന്റെ പ്രവർത്തന രീതിയിലെ ഒരു ഘട്ടം എന്നുള്ള നിലയിൽ, വളരെ സുപ്രധാനമായ ഒരു ഘട്ടം എന്നുള്ള നിലയിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഈ വിധിയെ മാനിക്കുകയാണ് വേണ്ടത് എന്നതാണ് മുസ്ലിം സമൂഹത്തിന്റെയും മുസ്ലിം നേതാക്കളുടെയും പൊതുവായ അഭിപ്രായം. ഇന്ത്യയിലെ നീതി നിർവഹണ സംവിധാനത്തിന്റെ ഒരു ഘട്ടം എന്നുള്ള നിലയിൽ ഇതിനെ എല്ലാവരും മാനിക്കണം, ബഹുമാനിക്കണം. മാത്രമല്ല, യാതൊരു കാരണവശാലും യാതൊരു തരത്തിലും വൈകാരികമായി ഈ വിധിയെ സമീപിക്കരുതെന്നും സമാധാനപരമായ പ്രതികരണങ്ങൾ മാത്രമേ ആകാവൂ എന്നും മുസ്ലിം നേതാക്കന്മാർ അടിക്കടി ഇസ്ലാമിക സമൂഹത്തെ വിശേഷിച്ചും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട്, ഇപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മെമ്പറിൽ വെച്ചും ആ ഓർമ്മപ്പെടുത്തൽ തന്നെ തുടരണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. പക്ഷേ വിധി ഇവിടെ അവസാനിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഏത് കക്ഷികൾക്കും ബന്ധപ്പെടാത്തവർക്കും സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കോടതിയുടെ ഹയർ കോടതി എന്ന നിലക്കുള്ള കോടതിയിലോ പോകുവാനുള്ള അധികാരം നമ്മുടെ നീതി നിർവഹണ സംവിധാനം നൽകുന്നുണ്ട്, നമ്മുടെ നിയമസംഹിത നൽകുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അതല്ലാത്ത രീതികളിലേക്ക് ആരും പോകരുത് എന്ന് നാനാഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആഹ്വാനം നമ്മൾ ഇവിടെ വെച്ച് വീണ്ടും ആവർത്തിക്കുകയാണ്. മുസ്ലിം വ്യക്തി നിയമ ബോർഡും ഈ കേസിൽ നേരിട്ട് കക്ഷിയായിട്ടുള്ള സുന്നി വഖഫ് ബോർഡും ഉന്നത നീതിപീഠങ്ങളെ സമീപിക്കണം എന്നു തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഉന്നത നീതിപീഠത്തിന്റെ മുമ്പാകെ വളരെ സുപ്രധാനമായ ചില ചോദ്യങ്ങൾ ഉയർത്തപ്പെടും. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ നീതി നിർവഹണ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളവും നിർണായകമായിരിക്കും എന്നാണ് നാം വിചാരിക്കുന്നത്. ഏറ്റവും ഉചിതമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഭൂമി ആരുടേതാണ് എന്നുള്ള ചോദ്യത്തിന് കോടതിയുടെ ഭാഗത്ത് നിന്ന് പരക്കെ പ്രതീക്ഷിച്ചിരുന്ന മറുപടി നിയമങ്ങളും ന്യായങ്ങളും പ്രമാണങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഭൂമി ആർക്കവകാശപ്പെട്ടതാണ് എന്ന് കോടതി പറയും എന്നായിരുന്നു. കോടതി അങ്ങനെ പറയുന്നതിന് പകരം ആരൊക്കെയാണോ അവകാശവാദങ്ങൾ ഉന്നയിച്ചത്, ആ അവകാശവാദങ്ങൾ ഉന്നയിച്ച 3 കൂട്ടർക്കും തുല്യമായി ഇത് വീതിച്ചു കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കോടതിയോട് ചോദിച്ച ചോദ്യവും കോടതി പറഞ്ഞ ഉത്തരവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് സുപ്രീം കോടതിയുടെ മുമ്പാകെ ഏറ്റവും പ്രധാനമായ വിഷയമായി ഉന്നയിക്കപ്പെടാൻ പോവുകയാണ്. അതുപോലെ തന്നെ മറ്റൊരാശയം, ഇത് രാമജന്മഭൂമിയാണ് എന്ന കണ്ടെത്തലാണ്. ഒരു സെക്കുലർ ഭരണകൂടത്തിൽ നിലനിൽക്കുന്ന സെക്കുലർ നിയമസംഹിതയുള്ള ഒരു രാജ്യത്ത് ന്യായങ്ങളും പ്രമാണങ്ങളും രേഖകളും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളും പരിഗണിച്ചുകൊണ്ട് സ്വത്തുതർക്കത്തിൽ വിധി തീർപ്പ് കൽപ്പിക്കുന്നതിനപ്പുറം
ഏത് അളവിലേക്ക് എങ്ങനെയൊക്കെ പോകാൻ ഒരു കോടതിക്ക് കഴിയും എന്ന വിഷയവും സുപ്രീം കോടതിയുടെ മുമ്പാകെ ഒരു ചോദ്യമായി നിലനിൽക്കും എന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ട്. പള്ളി അവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇസ്ലാമിക വിധിപ്രകാരം അല്ലെന്ന് പറഞ്ഞ കോടതി അതുകൊണ്ട് തന്നെ പള്ളിയുടെ യാതൊരു പരിഗണനയും ഈ കെട്ടിടത്തിന് നൽകേണ്ടതില്ല എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ 1949 ഡിസംബർ 22, 23 തീയതികൾക്ക് നടുവിൽ വെച്ച് 22-ാം തീയതി അർദ്ധരാത്രി ആണ് വിഗ്രഹങ്ങൾ അവിടെ കൊണ്ടുവെക്കപ്പെട്ടത് എന്ന് പറയുന്നു. എന്നാൽ ആ വിഗ്രഹങ്ങൾ അവിടെ നിന്ന് എടുത്തുമാറ്റാൻ പാടില്ലെന്നും പറയുന്നു. ഇവ തമ്മിലുള്ള വൈരുദ്ധ്യം കോടതിയുടെ മുമ്പാകെ ഒരു ചർച്ചാ വിഷയമായി വരും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. പള്ളി ഉണ്ടാക്കപ്പെട്ടത് ഇസ്ലാം വിധിപ്രകാരം അല്ലായിരുന്നുവെങ്കിൽ അക്കാരണത്താൽ പള്ളിക്ക് പള്ളിയുടേതായ അവകാശം ഇല്ലായിരുന്നുവെങ്കിൽ ഡിസംബർ 22-ാം തീയതി അർദ്ധരാത്രി അവിടെ കൊണ്ടുവന്ന് വെക്കപ്പെട്ട വിഗ്രഹങ്ങൾ അതിന് എന്ത് പരിഗണനയാണ് നൽകേണ്ടത്? അത് ഏത് മതവിശ്വാസപ്രകാരമാണ് ഇതിന് അടിത്തറയുള്ളത് എന്ന ചോദ്യവും പ്രധാനമായി ഉന്നയിക്കപ്പെടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സുപ്രീം കോടതിയുടെ മുമ്പിൽ പരിഗണിക്കേണ്ടതായ ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്നാണ്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നുവരെ സ്വീകരിച്ച വളരെ സമാധാനപരമായ നിയമവാഴ്ചയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിലപാട് മാത്രമേ ഈ വിഷയത്തിൽ ഉയർത്തിപ്പിടിക്കുവാൻ നിർവാഹമുള്ളൂ. മറ്റൊരു വഴിയിലേക്കും സഞ്ചരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതിന്റെ എല്ലാം അടിത്തറയായി ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 1800കളിൽ നടന്നിട്ടുള്ള ഒന്നാം സ്വാതന്ത്ര്യ സമരം, ബ്രിട്ടീഷുകാർക്കെതിരായി നടന്നിട്ടുള്ള ഒന്നാം സ്വാതന്ത്ര്യ സമരം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോള് ചേർന്ന് നടത്തിയ ഒരു സമരമായിരുന്നു. ആ സമരത്തോടെ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ താൽപര്യത്തിൽ മുസ്ലിം സമൂഹവും ഹൈന്ദവ സമൂഹവും ഉറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ പിളർപ്പുണ്ടാക്കുവാൻ വേണ്ടി ഉന്നയിക്കപ്പെട്ട ഒരു ആശയമാണ് ബ്രിട്ടീഷുകാരൻ ഇവിടെ നിന്ന് പോയി 60 കൊല്ലം കഴിഞ്ഞതിന് ശേഷവും വിഷവിത്തായി നിലനിൽക്കുന്നത് എന്നുള്ളത് ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിം സമൂഹവും വളരെ ഗൗരവപൂർവം ചിന്തിക്കേണ്ടതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മുസ്ലിം ധ്രുവീകരണം കൊണ്ട് യാതൊരു കാര്യവും കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ രാജ്യം ശിഥിലമായി തീരുക മാത്രമേ അതുകൊണ്ട് തരമുള്ളൂ. അന്ന് ബ്രിട്ടീഷുകാരൻ ഭരിക്കാൻ വേണ്ടിയാണത് ചെയ്തതെങ്കിൽ അവർ ഭരണം അവസാനിപ്പിച്ചു പോകുമ്പോഴും ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള തർക്കം നിതാന്തമായി നിലനിൽക്കുന്നതിനുള്ള മാർഗങ്ങൾ അവർ ആവിഷ്കരിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ടുശേഷം ബാബരി മസ്ജിദ് ജന്മഭൂമി പ്രശ്നം ഉയർത്തിയതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ തലേന്നാൾ കാശ്മീർ എന്ന പറയുന്ന പ്രശ്നം ചരിത്രം എത്ര നീണ്ടുപോയാലും അവസാനിക്കാത്ത ഒരു പ്രശ്നം പാകിസ്ഥാന്റെയും ഹിന്ദുസ്ഥാന്റെയും ഇടയിൽ തിരികെ വെച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. സാമ്രാജ്യത്വത്തെ വലിച്ചെറിഞ്ഞ നാം പക്ഷേ അവർ നട്ടുപോയിട്ടുള്ള ഈ ഹിന്ദു മുസ്ലിം ധ്രുവീകരണത്തിന്റെ വിത്തുകളെ എടുത്തുമാറ്റുവാൻ സന്നദ്ധമായില്ല എന്നുള്ളത് ഇന്ത്യൻ ജനതയുടെ ഒരു പരാജയമായി മനസ്സിലാക്കേണ്ടി വരും. ചരിത്രം അങ്ങനെ മനസ്സിലാക്കും എന്നാണ് നാം ഭയപ്പെടേണ്ട കാര്യം. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട്.
ധ്രുവീകരണങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും ഹൈന്ദവ ക്രൈസ്തവ ജനങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്താനും സമാധാനത്തിന്റെ പാലങ്ങൾ പണിതുകൊണ്ട് എല്ലാ ധ്രുവീകരണത്തിന്റെയും മറകളെയും മതിലുകളെയും അടിച്ചു പൊളിക്കാനും നമുക്ക് ബാധ്യതയുണ്ട് എന്ന കാര്യം ഒന്നുകൂടി ഈ മിമ്പറിൽ വെച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളികളുടെ വിശുദ്ധി നിലനിർത്തുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പള്ളികളുടെ സന്ദേശം നിർഭയത്വത്തിന്റെയും സുഭിക്ഷതയുടെയും സന്ദേശം, ഏകീകരണത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം ലോകത്തിന് കൈമാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പള്ളി നിർഭയത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ പള്ളിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഭീതി ഈ രാജ്യത്ത് ജനിപ്പിക്കാതിരിക്കുവാനുള്ള സൂക്ഷ്മത പാലിക്കാൻ മുസ്ലിം സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ദീനുൽ ഇസ്ലാമിനും മുസ്ലിം സമൂഹത്തിനും നീ ഇസ്സത്ത് നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, എല്ലാ അർത്ഥത്തിലും സമാധാനം കാത്തുസൂക്ഷിക്കാനുള്ള അവസരം നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. اللهم أيد أيدينا لإقامة الدين، أيد أيدينا لإقامة الدين يا رب العالمين. اللهم أيد أيدينا لإقامة الدين، أيد أيدينا لإقامة الدين يا رب العالمين. اللهم أيد أيدي المجاهدين في أنحاء العالم، اللهم أيد أيدي المجاهدين في أنحاء العالم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشبه خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. والسلام والحمد لله رب العالمين.